അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസുലില്ലാഹ് അമ്മാ ബഅദ്. തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഹൃദയമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, അറിയുക, ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് കേടായാൽ ശരീരം മുഴുവൻ കേടായി. അറിയുക, അതാണ് ഹൃദയം. നോമ്പ് എന്നത് കേവലം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കലല്ല, മറിച്ച് ഹൃദയത്തിന് ബാധിച്ച തുരുമ്പ് നീക്കം ചെയ്യാനുള്ള ഒരു ആത്മീയ ചികിത്സയാണ്. വർഷം മുഴുവൻ അടിഞ്ഞുകൂടിയ പാപക്കറകളും ഭൗതിക വ്യാമോഹങ്ങളും കഴുകിക്കളഞ്ഞ് ഹൃദയത്തെ സ്ഫുടം ചെയ്തെടുക്കുന്ന പ്രക്രിയയാണത്. നോമ്പിൻ്റെ ലക്ഷ്യമായി ഖുർആൻ പറഞ്ഞ തഖ്വയുടെ ഉറവിടം എവിടെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നെഞ്ചിലേക്ക് 3 തവണ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, തഖ്വ ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണ്. അത്തഖ്വാ ഹാഹുന എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. വയറ് വിശക്കുമ്പോൾ ഹൃദയം ഉണരുന്നു. വയറ് നിറഞ്ഞിരിക്കുമ്പോൾ ഹൃദയം പലപ്പോഴും മയക്കത്തിലായിരിക്കും. നോമ്പിലൂടെ ശാരീരിക ഇച്ഛകളെ നാം മെരുക്കുമ്പോൾ ഹൃദയത്തിന് അള്ളാഹുവിലേക്ക് ഉയരാനുള്ള കരുത്ത് ലഭിക്കുന്നു. അള്ളാഹുവിനെ സ്മരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഹൃദയങ്ങൾ ശാന്തമാകുന്നത്. നോമ്പുകാരൻ ചെയ്യുന്ന ഓരോ ദിക്റും അവൻ്റെ ഹൃദയത്തിലെ അസ്വസ്ഥതകളെ മായ്ച്ചു കളയുന്നു. ഹൃദയവിശുദ്ധിക്ക് ഏറ്റവും വലിയ തടസ്സം നമ്മുടെ നാവാണ്. ഒരാളെക്കുറിച്ച് മോശമായി സംസാരിക്കുമ്പോഴോ പരദൂഷണം പറയുമ്പോഴോ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുമെന്നാണ്. നോമ്പ് ഒരു പരിചയാണ്. അതിനാൽ നോമ്പുകാരൻ അശ്ലീലം സംസാരിക്കരുത്, വിഡ്ഢിത്തം പ്രവർത്തിക്കരുത്. ആരെങ്കിലും അവനോട് വഴക്കിന് വന്നാൽ ഞാൻ നോമ്പുകാരനാണ് എന്ന് അവൻ പറയട്ടെ എന്നാണ് നബി വചനം. ഇന്ന് സോഷ്യൽ മീഡിയയിലെ സൈബർ ആക്രമണങ്ങളും പരനിന്ദയും ഗ്രൂപ്പുകളിലെ ട്രോളുകളും വിദ്വേഷ പ്രചാരണങ്ങളും ഒക്കെ നമ്മുടെ നോമ്പിൻ്റെ പ്രതിഫലമില്ലാതാക്കുന്നു. ടൈപ്പ് ചെയ്യുന്ന ഓരോ വാക്കും ഹൃദയത്തിൻ്റെ കണ്ണാടിയിൽ അഴുക്ക് പുരട്ടുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. റീച്ചിനും ലൈക്കിനും വേണ്ടി കൈപ്പിഴകൾ പോലും കണ്ടൻറ്റുകളാക്കുകയും ഇരകളാകുന്നവർ മാനക്കേട് ഭയന്ന് ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ഈ കാലത്ത് ഡിജിറ്റൽ ലോകത്തും നോമ്പ് പാലിക്കുമ്പോഴാണ് ഹൃദയം ശുദ്ധമാകുന്നത്. ഹൃദയവിശുദ്ധി എന്നത് സഹജീവികളോടുള്ള സ്നേഹവും കൂടിയാണ്. വിശപ്പ് ഒരു പാഠമാണ്. ലോകത്തിൻ്റെ ഏതോ കോണിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ കഴിയുന്നവൻ്റെ വേദന സ്വന്തം വയറിലൂടെ അനുഭവിക്കുമ്പോൾ ഹൃദയത്തിൽ അഹങ്കാരമില്ലാതാവുകയും വിനയം ഉടലെടുക്കുകയും ചെയ്യുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ അടിച്ചു വീശുന്ന കാറ്റുപോലെ ഉദാരനായിരുന്നു. ഹൃദയത്തിലെ പിശുക്ക് നീക്കം ചെയ്യാനുള്ള വഴിയാണത്. മറ്റൊരാൾക്ക് നൽകുന്ന ഓരോ തരി ഭക്ഷണവും നമ്മുടെ ഹൃദയത്തിലെ കടുപ്പം കുറയ്ക്കുന്നു. നോമ്പിൻ്റെ പകലിന് ശേഷം വരുന്ന രാത്രികളിലെ പ്രാർത്ഥനകൾ, തറാവീഹ്, തഹജ്ജുദ് നമസ്കാരങ്ങൾ ഹൃദയത്തിന് പുതിയൊരു ഊർജം നൽകുന്നു. കണ്ണുനീരോടെ അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഹൃദയത്തിലെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാം. ഓരോ ദിവസവും അല്പനേരം ഏകാന്തമായിരുന്ന് ആത്മപരിശോധന നടത്തുക. ഇന്ന് ആരോടെങ്കിലും ദേഷ്യപ്പെട്ടു? ആരോടെങ്കിലും അസൂയ തോന്നിയോ? ഈ ചോദ്യങ്ങൾ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കും. നോമ്പ് കഴിയുമ്പോൾ ഭാരക്കുറവ് അനുഭവപ്പെടേണ്ടത് ശരീരത്തിനല്ല, മറിച്ച് മനസ്സിനാണ്. വെറുപ്പും അസൂയയും വിദ്വേഷവും നിറഞ്ഞൊരു ഹൃദയവുമായി പെരുന്നാൾ ആഘോഷിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന. നാഥ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ സന്മാർഗത്തിലാക്കിയ ശേഷം അതിനെ തെറ്റിലേക്ക് തിരിക്കരുതേ. ഈ റമദാൻ നമ്മുടെ ആത്മാവിനെ കഴുകി വെളുപ്പിക്കുന്നതാകട്ടെ. തിന്മകളോട് നോ പറയാനും നന്മകളോട് യെസ് പറയാനുമുള്ള കരുത്ത് നമ്മുടെ ഹൃദയങ്ങൾക്ക് ലഭിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.